ഊണില്ലാതെ ഉറക്കമില്ലാതെ അലക്ഷ്യമായ മുടിയും മായാത്ത ചിരിയുമായി ഈ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആരുടെ മുമ്പിലും കൊട്ടിയടയ്ക്കാത്ത ഒരു വാതിലായിരുന്നു ആ നേതാവ്. ശത്രുവിനെ പോലും സ്നേഹം പഠിപ്പിച്ച പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞു കേരളത്തിൻ്റെ ഉമ്മൻചാണ്ടി. ആരോപണങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞ ചിരിയും ജനങ്ങളിലുള്ള ആത്മവിശ്വാസവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിരോധം. കേരളത്തിനെ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുവാൻ പഠിപ്പിച്ച മുഖ്യമന്ത്രി, മെട്രോ എന്ന പുത്തൻ റെയിൽവേ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വികസന നേതാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹരമായ ശബ്ദം കേൾക്കുവാൻ നിരവധി പേർക്ക് താങ്ങായി നിന്ന ശ്രുതിതരംഗം പദ്ധതി, തീരദേശ മേഖലയിലെ സാധാരണക്കാരുടെ ജീവിതം വർണ്ണാഭമാക്കുവാൻ കഴിയുന്ന വികസനങ്ങൾ, അങ്ങ് തലസ്ഥാന നഗരിയിലെ ഔദ്യോഗിക വസതിയും ഇങ്ങ് പുതുപ്പള്ളിയിലെ സ്വകാര്യ വസതിയും ഉറക്കമില്ലാതെ മിഴി തുറന്നിരുന്ന ദിനങ്ങൾ, തന്നിൽ വിശ്വാസമർപ്പിച്ചു വരുന്ന അവസാനത്തെ മനുഷ്യൻ്റെയും സങ്കടം കേട്ട് അതിന് പരിഹാരം കണ്ടെത്തി കടന്നുപോയ ദിനങ്ങൾ, ചെറുപ്പത്തിലെ ചുറുചുറുക്കിൽ പുതുപ്പള്ളിയിലേക്ക് ആദ്യമായി വോട്ട് ചോദിച്ചെത്തിയ കുഞ്ഞുകുഞ്ഞിനെ മരിക്കും വരെ പരാജയത്തിൻ്റെ കൈപ്പറിയിക്കാതെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പുതുപ്പള്ളി. സ്വന്തം സങ്കടങ്ങൾ കൊണ്ട് കണ്ണു നിറഞ്ഞു നിന്നവർ പിന്നെ നിറകണ്ണുകളുമായി നിന്നത് ചേതനയേറ്റ ശരീരമായി തങ്ങളുടെ പ്രിയ നേതാവ് യാത്രയാകുമ്പോഴായിരുന്നു. അതെ, കാരുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ജനനായകൻ ജനഹൃദയങ്ങളിലെ ഓർമ്മയായി മാറിയിട്ട് ഇന്ന് 2 ആണ്ട്. കേരളത്തിൻ്റെ സ്വന്തം ഉമ്മൻചാണ്ടിക്ക് M5 ന്യൂസിൻ്റെ പ്രണാമം.